ചങ്ങായിമാരെ നമുക്ക് പൊളിന്യൂസിൽ സംഗീണിയായ ഒരു പൊളിച്ചേച്ചി ഉണ്ട്. പൊളിച്ചേച്ചി പറഞ്ഞ പച്ച വർഗീയത കേട്ടില്ലെന്നല്ലോ. പൊളിച്ചേച്ചി കേട്ടില്ല മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാല് മുസ്ലിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ പൊളിച്ചേച്ചിക്ക് അവിടുന്ന് ഇവിടുന്നെല്ലാം അങ്ങ് ചൊറിച്ചിൽ വരും. പൊളിച്ചേച്ചി പറഞ്ഞത് BJP കേരള അധികാരം പിടിക്കാതെ പൊളിച്ചേച്ചി കുളിക്കൂല നനക്കൂല്ല എന്നാണ് നമ്മളെ പൊളിച്ചേച്ചി പറഞ്ഞത്. അതുമാത്രമല്ല പൊളിച്ചേച്ചി കേരളത്തിലെ CPM-നെതിരെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കലാന്ന്. ആഞ്ഞടിന്നുള്ള പറഞ്ഞില്ല, ഓരോ വീടിലും അമ്മാതിരി ആഞ്ഞടിയാണ് നമ്മളെ പൊളിച്ചേച്ചി അടിക്കാറ്. നമുക്കെന്തായാലും പൊളിച്ചേച്ചി CPM-നും കോൺഗ്രസിനും മുസ്ലിങ്ങൾക്കെതിരെ ആഞ്ഞടിക്കുന്ന മനോഹരമായ വീഡിയോ കണ്ടിട്ട് വന്നാലോ. വാ. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും തരാൻ കഴിയില്ല. റോഡ് തരില്ല, അവർക്ക് ആവശ്യമുള്ള അവകാശപ്പെട്ട ഒരു സാധനം തരില്ല. പകരം ഈ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും കുറെ പാസ്റ്റർമാരെയും കുറെ ഉസ്താദുമാരെയും കണ്ടു കഴിഞ്ഞാൽ അവര് പറയുന്നതിനനുസരിച്ച് വോട്ട് കുത്തും എന്ന ധാരണ ഇവർക്ക് വന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയക്കാർ അവരവരുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് നല്ലത്. ശബരിമലയിൽ നിങ്ങൾ കാണിച്ചത് തിരുനാവായയിലും കൂടി കാണിക്കാനാണ് നിങ്ങളുടെ പുറപ്പാടെങ്കിൽ, അല്ലാതെ അതിനകത്ത് കയറി ചൊറിയാനാണ് തീരുമാനമെങ്കിൽ ഇത് വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാക്കും. ഹിന്ദുവിനൊപ്പം നിൽക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് ചെയ്യാന്ന് അവര് ചിന്തിച്ചാൽ CPM-കാരും UDF-കാരൊക്കെ ഇവിടുന്ന് നാട് വിട്ട് പോകേണ്ടി വരും കേട്ടോ. ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇദ്ദേഹം കേട്ടല്ല, പൊളിച്ചേച്ചി കൂടുതലൊന്നും പറയേണ്ട ആവശ്യം വരുത്താൻ പാടില്ല. പൊളിച്ചേച്ചി വായി തുറന്ന പൊളിച്ചേച്ചി തന്നെ നാറുവട്ടാവും. പിന്നെ പൊളിച്ചേച്ചി ശബരിമലിന്റെ ഈ കുംഭമേളന്റെ കാര്യം പറയുമ്പോൾ ഈ മുസ്ലിങ്ങളിൽ ക്രിസ്ത്യാനികളിൽ എന്തിനാ പൊളിച്ചേച്ചി കൊണ്ടിരുന്നത് അതാർക്ക് മനസ്സിലാകാത്തത്. ഈ സംഖ്യകളുടെ എപ്പം നോക്കിയാലും എന്ത് കാര്യം പറയുമ്പോ മുസ്ലിം ഇല്ലാണ്ട് ക്രിസ്ത്യാനികളെ പിന്നെ ഒഴിവാക്കാം, മുസ്ലിം ഇല്ലാണ്ട് ഇവർക്ക് തൊട്ട് കൂട്ടാൻ വേണ്ടി മുസ്ലിം ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. പിന്നെ പൊളിച്ചേച്ച് നിങ്ങളൊരു കാര്യം അറിയാം, കേരളം ഉണ്ടല്ലോ CPM-ഉം കോൺഗ്രസും ഇത്രകാലം ഭരിച്ചിട്ടും ഒരു ഹിന്ദുവും പേടിച്ച് ജീവിച്ചിട്ടില്ല. പക്ഷെ കേരളത്തിൽ BJP അവിടെ ഇവിടെ ലേശം മുളക്കാൻ തുടങ്ങിയ ശേഷമാണ് കേരളത്തിലെ ഹിന്ദുക്കൾ വല്ലാണ്ടങ്ങ് പേടിക്കാൻ തുടങ്ങിയത്. നമ്മൾ ഉത്തരേന്ത്യയിലെ ഹിന്ദുക്കൾ പേടിക്കുന്നില്ലേ ദളിവര്, അതുപോലെ കേരളത്തിലെ ഹിന്ദുക്കളും വല്ലാണ്ടങ്ങ് പേടിക്കാൻ തുടങ്ങി. ആ പേടിക്കുന്നത് BJP-നെ ആണെന്ന് മാത്രം. പിന്നെ പൊളിച്ചേച്ച് വെറുതെ ആ സുഖമില്ല, നമ്മളെ സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിനെ ഇതിനകത്ത് കൊണ്ടുവരണ്ട. വെള്ളാപ്പള്ളിന്റെ മോനുണ്ടല്ലോ, നിങ്ങൾ BJP-ന്റെ കൂടെ തന്നെയല്ലേ. പിന്നെ സുകുമാരൻ നായർ ഇത്രയും കാലം വെള്ളം കോരിയത് നിങ്ങൾ BJP-ക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് ഇപ്പൊ നിങ്ങളോട് ചെറുങ്ങനെ തെറ്റുമ്പോൾ അവരെ നിങ്ങൾ വല്ലാണ്ട് അങ്ങ് കുറ്റം പറയാൻ നിൽക്കലേട്ടാ. അവരെന്തായാലും നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരുന്ന ടീമാണ്. നായർ സുഖുനെ വിട്ടിട്ട് BJP-ക്ക് ഒരു കളിയില്ല, അത് നമുക്കറിയാട്ടോ. നമുക്ക് പൊളിച്ചേച്ചിയുടെ അടുത്ത പൊളി വർഗീയത കെട്ടിട്ട് വരാം. അപ്പൊ മലപ്പുറത്ത് കുംഭമേള നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് കുംഭമേള എങ്ങനെയാണ് മലപ്പുറത്തേക്ക് വരുന്നത്? അത് നോർത്തിലെ ഒരു ആചാരമല്ലേ എന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ആദ്യം ഉന്നയിച്ചു വന്നത്. ഇതിപ്പോൾ ഹിന്ദുത്വ പടർത്തുന്നതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നതിനെ പറ്റി ചർച്ച ചെയ്തവരെ ഞാൻ കണ്ടു. എന്താണ് മലപ്പുറത്ത് നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഒരു കൂട്ടം സന്യാസിമാരോ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളോ ഒത്തുകൂടിയാൽ അത് ആരെയാണ് ഭയപ്പെടുത്തുന്നത്? എന്താണ് അവിടെ ഒരു ഭയത്തിന്റെ അടിസ്ഥാനം ഉണ്ടാകുന്നത്? നമുക്കറിയാം മലപ്പുറം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷ ഏരിയയാണ്. നമ്മൾ ഇവൻ അവരുടെ ഈ നോമ്പിന്റെ ഒക്കെ സമയത്ത് ചെന്നാൽ അവിടെ ഹോട്ടലുകൾ പോലും തുറക്കില്ല എന്നൊക്കെ പറയുന്ന വ്യക്തികളെ കൂട്ടം കൂടി ആക്രമിക്കാൻ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. മലപ്പുറം മതേതരത്വത്തിന്റെ പ്രതീകമായിട്ടുള്ള ഒരു ജില്ലയാണ്. അവിടെ ഞങ്ങൾ മതം നോക്കിയല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവൻ നോമ്പിന് വന്നാൽ പോലും ഭക്ഷണം വിളമ്പുന്ന ഒരുപാട് ഹോട്ടലുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. മനഃപൂർവ്വം അക്യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇതൊക്കെ പറയുന്നതാണ് എന്ന് പറയുന്ന ഇവർ തന്നെ കുംഭമേളയ്ക്കെതിരെ വളരെ മോശമായി സംസാരിക്കുന്നത് ഈ ഒരു കാലയളവിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്റെ പൊളിച്ചേച്ചിയെ കുംഭമേളക്കെതിരെ ഒരു മുസ്ലിമും എവിടെയും മോശമായിട്ട് സംസാരിച്ചില്ല. അങ്ങനെ മുസ്ലിങ്ങൾ കുംഭമേളക്കെതിരെ മോശമായിട്ട് സംസാരിക്കണം എന്നുള്ളത് സംഖ്യയുടെ മാത്രം ആവശ്യമാണ്, സംഖ്യയുടെ സ്വപ്നം കൂടിയത്. പക്ഷെ അങ്ങനെ നടക്കാത്തതുകൊണ്ട് സംഖ്യക്ക് വല്ലാണ്ട് കുരുപൊട്ടുന്നുണ്ട്. എന്റെ സംഖ്യണി പൊളിച്ചേച്ചിക്കും വല്ലാണ്ട് അതുകൊണ്ട് കുരുപൊട്ടുന്നുണ്ട്. പക്ഷെ എന്താ ചെയ്യാ, കേരളത്തിലെയും മലപ്പുറത്തെയും മുസ്ലിങ്ങളുണ്ടല്ല, നിങ്ങളെ കെണിയില് നിങ്ങൾ സംഖ്യകളിട്ട ആ വൃത്തികെട്ട കെണിയിൽ ഒരിക്കലും വീഴൂല. പിന്നെ പൊളിച്ചേച്ചിയെ മലപ്പുറത്ത് ഹിന്ദുവിന്റെ ആഘോഷം ആദ്യമായിട്ട് ഈ കുംഭമേളയായിട്ട് തുടങ്ങിയൊന്നല്ലട്ടാ. മലപ്പുറത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്, അവിടെയൊക്കെ നല്ല രീതിയിൽ ഉത്സവങ്ങൾ നടക്കാറുണ്ട്. ആ ഉത്സവങ്ങളിൽ ഹിന്ദുവും മുസ്ലിം ഒക്കെ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. അപ്പോഴൊന്നും ആർക്കും കുരുപൊട്ടിയിട്ടില്ല, ആർക്കും ഒരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ ഈ കുംഭമേള വരുമ്പം ആർക്കാണ് കുരുപൊട്ടുന്നത്, ആരാണ് കുരു പൊട്ടിക്കാൻ നോക്കുന്നത്? അത് സംഖ്യകളാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ കുംഭമേളയുടെ ഉദ്ദേശവും ഏറെക്കുറെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. പിന്നെ മലപ്പുറത്ത് നോമ്പിന്റെ സമയത്ത് കുടിവെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ പഴയ പഴഞ്ചൊല്ലില്ലേ, അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞില്ലേ, അതൊക്കെ മാറ്റി പുതിയ എന്തെങ്കിലും വർഗീയതയിട്ട് വന്നുകൂടെ എന്റെ പൊളിച്ചേച്ച്. പിന്നെ കുംഭമേളന്റെ കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ച് ഒരു കാര്യം പറഞ്ഞത്, അത് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രൈസ്തവനെന്നൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യമുണ്ടല്ല. ഭാരതപ്പുഴ മലിനമാക്കാൻ പാടില്ല, അതെല്ലാവരും ഒരുമിച്ച് പറയുന്ന കാര്യമാണ്. ഭാരതപ്പുഴ മലിനമായി കഴിഞ്ഞാൽ ഒരു ഹിന്ദു പരിപാടിക്ക് ഭാരതപ്പുഴ മലിനമായി കഴിഞ്ഞാൽ അത് ഹിന്ദുക്കളെ പറയിപ്പിക്കുന്ന കാര്യം എന്റെ പൊളിച്ചേച്ചിയെ. അപ്പൊ ഭാരതപ്പുഴ മലിനമാക്കാതിരിക്കേണ്ടത് ഹിന്ദുവിന്റെ കടമയാണ്. അതിൽ പിന്നെ കുത്തിത്തിരിപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ മലവും മൂത്രമിട്ട് വിസർജ്യം ഇട്ടിട്ട് നാട്ടിക്കാൻ നിൽക്കല്ലേ എന്നെ സംഘടിച്ചേച്ച്. അങ്ങനെ നിങ്ങൾ ഭാരതപ്പുഴ നാട്ടിച്ചെഞ്ചേരി നാറുന്നത് നമ്മളെ ഹിന്ദുക്കളാണ്, നമ്മൾ ഹിന്ദുക്കൾ, സംഘികളല്ലട്ടാ ഹിന്ദുക്കൾ. നമുക്ക് പൊളിച്ചിട്ട് അടുത്ത അതിമനോഹരമായ കുരുപൊട്ടൽ കേട്ടിട്ട് വരാം.
ഫേസ്ബുക്കിൽ തന്നെ ഒരുപാട് കമന്റുകൾ, ഇപ്പൊ ഈ വീഡിയോന്റെ തന്നെ കമന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്നും നിങ്ങളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് വേറൊന്നും കൊണ്ടല്ല, നെഗറ്റീവ് പറയുന്ന അല്ലെങ്കിൽ വൃത്തികെട്ട രീതിയിൽ ഒരു മതത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ആളുകളുടെ വിശ്വാസത്തെക്കുറിച്ചോ ഒക്കെ സംസാരിക്കുന്ന ആളുകളെ അങ്ങനെ അങ്ങ് പോപ്പുലാരിറ്റി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പറയാത്തതാണ്. എന്നാലും ആ ഒരു ഭയം എന്തിന്റെയാണ്? ഇവർ പറയുന്നത് പോലെ ഈ കുംഭമേള എന്ന് പറയുന്നത് അവിടത്തെ മാത്രം ആചാരമാണോ? നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന തിരുനാവായ ക്ഷേത്രത്തിൽ അതിന് യാതൊരു രീതിയിലുള്ള ചരിത്ര അടിസ്ഥാനവുമില്ലേ? ഞാൻ എന്ത് ചെയ്യാറുള്ളത് പോലെ തന്നെ നമുക്ക് ChatGPT ചോദിക്കാം, കുംഭമേള ഇന്നുണ്ടാക്കിയ ഒരു ചടങ്ങാണോ? ഈ പറയുന്ന പോലെ രാഷ്ട്രീയപരമായിട്ടും മലപ്പുറത്തെ മുസ്ലിങ്ങളെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണോ? എന്തിനാണ് പൊളിച്ചേച്ചി അവിടെയും മുസ്ലിങ്ങളെ കൊണ്ടുവരാൻ നിൽക്കുന്നത്? മുസ്ലിങ്ങൾ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്ത്? ഹിന്ദു അവന്റെ ആഘോഷം ആഘോഷിക്കുന്നത് വേറൊരു മതത്തെ ഇല്ലാതാക്കാനോ വേറൊരു മതത്തെ വേദനിപ്പിക്കാനോ അല്ല സംഗീണി ചേച്ചിയെ. അങ്ങനെ വേറൊരു മതത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ വേറൊരു മതത്തെ കുറ്റപ്പെടുത്താനോ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അത് സംഘികൾ മാത്രമാണ് അങ്ങനത്തെ വൃത്തികെട്ട ആഘോഷം ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ആ സംഘികളെ പൊളിച്ചേച്ചിട്ടില്ല, ഹിന്ദുക്കളായിട്ട് ദയവ് ചെയ്ത് കൂട്ടിക്കെട്ടാൻ നിൽക്കല്ലേ. പിന്നെ പൊളിച്ചേച്ചി പറഞ്ഞു, പൊളിച്ചേച്ചിന്റെ കമന്റ് ബോക്സിൽ മുസ്ലിങ്ങൾ വന്നിട്ട് വല്ലാണ്ട് ഹിന്ദുക്കളെ കുറ്റം പറയുന്നുണ്ടെന്ന്. ഒരു മുസ്ലിമും ഹിന്ദുവിന്റെ ആചാരത്തെ എവിടെയും കുറ്റം പറഞ്ഞില്ല. അങ്ങനെ ഒരു കമന്റ് നിങ്ങൾക്ക് കാണിക്കാനും പറ്റില്ല. അങ്ങനെ ആരെങ്കിലും കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് സംഘിയുടെ ഫേക്ക് ഐഡിയ ആയിരിക്കും. അല്ലാണ്ട് ഒരു മുസ്ലിമും ഒരു ഹിന്ദു ആചാരത്തെയും ഒരിക്കലും അവഹേളിക്കുകയില്ല, അവഹേളിച്ചിട്ടുമില്ല. പിന്നെ അവർ സംഘിയക്കെതിരെ നല്ലോണം പറയും. സംഘിയക്കെതിരെ പറയുമ്പോൾ അത് ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് എന്റെ പൊളിച്ചേച്ചി ഉണ്ടാക്കാൻ നിൽക്കണ്ടാട്ടാ. നേരെ മറിച്ചിട്ട് ഒരുപാട് സംഘികൾ മുസ്ലിം ആചാരത്തെ കുറ്റം പറയുകയും വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് നമ്മൾ എത്രമാത്രം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് സംഘികളെ പോലെ ഒരു മുസ്ലിമും അതപ്പതിച്ചില്ല എന്റെ സംഘിണി പൊളിച്ചേച്ചിയെ. ഇനി നമ്മളെ പൊളിച്ചേച്ചിട്ടില്ല കുംഭമേളയെ കുറിച്ച് പറഞ്ഞ ഒരു പച്ചക്കള്ള നമുക്കൊന്ന് കേട്ടിട്ട് വന്നാലോ? ഇതിന് ചരിത്രമുണ്ടോ? തിരുനാവായ കുംഭമേളയ്ക്ക് പുരാതനമായ ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടെങ്കിലും ഇന്നത്തെ രൂപത്തിലുള്ള കുംഭമേള എന്ന പേരിൽ ഈ ഉത്സവം പുനരുജ്ജീവിക്കപ്പെട്ടത് അടുത്ത കാലത്താണ്. അതിന്റെ ചരിത്രപരമായ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പുരാതന ചരിത്രം. മാമാങ്കം. തിരുനാവായയിൽ പണ്ട് 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് നടന്നിരുന്ന മാമാങ്കം അഥവാ മഹാമഖം എന്ന വിശ്വപ്രസിദ്ധമായ ഉത്സവത്തിന്റെ ആത്മീയമായ തുടർച്ചയായാണ് ഈ കുംഭമേളയെ കണക്കാക്കുന്നത്. ചുരുക്കത്തിൽ മാമാങ്കം എന്ന പേരിൽ പണ്ട് നിലനിന്നിരുന്ന പുരാതന പാരമ്പര്യത്തെ കുംഭമേള എന്ന പുതിയ രൂപത്തിലും ഭാവത്തിലും ഇപ്പോൾ വീണ്ടെടുക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഇത് പറയുന്നത്? കുംഭമേള എന്ന് പറയുന്നത് ഒരുപാട് രാഷ്ട്രീയ വിരോധികൾ അല്ലെങ്കിൽ ഹിന്ദു വിരോധികൾ ആരോപിക്കുന്നത് പോലെ ഇന്നലെ ഉണ്ടായ അല്ലെങ്കിൽ നോർത്തിൽ നിന്നൊരു ആചാരം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കെട്ടുന്ന ഒരു ചടങ്ങാണോ? അല്ല. ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്ക് മുൻപ് ഇവിടെ നിലനിന്നിരുന്ന ഒരു ആചാരം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു ആഘോഷം തന്നെയാണ്. 12 വർഷത്തിലൊരിക്കൽ കടന്നു വരുന്ന ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരം എന്ന് പറയുന്നത് ഒരിക്കലും നിസ്സാരമായിട്ടുള്ള ഒരു സംഗതി. എന്റെ പൊളിച്ചേച്ചി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയാം? ഈ സംഘികളെ എതിർക്കുമ്പോഴല്ല, അത് ഹിന്ദുവിനെ എതിർക്കുന്നുള്ള ആ പറച്ചില്ലേ, ആ പറച്ചിൽ ആദ്യം നിർത്തിയട്ട. സംഘികൾ എതിർക്കുന്നത് സംഘികളെ മാത്രം എതിർക്കുന്നതാണ്, അത് ഹിന്ദുക്കൾ എതിർക്കുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ പൊളിച്ചേച്ചി പറഞ്ഞ ഈ കുംഭമേളയും മാമാങ്കവും തമ്മിൽ ആകെയുള്ള രണ്ട് ബന്ധം എന്നറിയാം. ഈ രണ്ട് സംഭവവും 12 കൊല്ലം കൂടുമ്പോൾ നടക്കുന്നത്. വേറൊന്ന്, ഈ രണ്ട് സംഭവവും നദീതീരത്താണ് നടക്കുന്നത്. ഈ രണ്ട് സാമ്യം മാത്രമാണ് കുംഭമേളയും മാമാങ്കവും തമ്മിലുള്ളത്. പിന്നെ ഈ മാമാങ്കം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ല, സാമൂതിരി രാജാവിന്റെ ഒരു ക്രൂര വിനോദം മാത്രമാണ് എന്റെ സംഘിണി ചേച്ചിയെ. തന്റെ ചുറ്റും ആയിരക്കണക്കിന് പടയാളികൾ വെച്ചിട്ട് പാവപ്പെട്ട ചാവേറുകളോട് തന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പറയും. എന്നിട്ട് തന്റെ പടയാളികൾ ആ പാവപ്പെട്ട ചാവേറുകളെ ക്രൂരമായി കൊലപ്പെടുന്നത് കണ്ടിട്ട് സാമൂതിരി രാജാവ് ഇരുന്നങ്ങ് ചിരിക്കും. അത്രയും ക്രൂരമായ ഒരു ആഘോഷമാണ് മാമാങ്കം. അതിനുശേഷം ആ പാവം ചാവേറുകളെ കിണറിലിട്ട് മൂടും. അതിനാണ് ഈ മാമാങ്കം എന്ന് പറഞ്ഞത്. ആ മാമാങ്കത്തെ കൊണ്ടുപോയിട്ട് കുംഭമേളയുമായിട്ട് ബന്ധിപ്പിക്കാൻ നിൽക്കല്ല എന്റെ സംഘിണി ചേച്ചിയെ. ഈ മാമാങ്കവും കുംഭമേളയും രണ്ടും ഒന്നാണെന്ന് വിചാരിക്കുന്നെങ്കിൽ നിങ്ങളൊക്കെ തലയിൽ എത്രമാത്രം ചാണകം നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാമാങ്കവും കുംഭമേളയും ഒന്നാണെന്ന് പറഞ്ഞിട്ട് സംഘികളെ നിങ്ങൾ പറ്റിച്ചോ, മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി വരലട്ടാ. ഇത് നമുക്ക് പൊളിച്ചിട്ട് അവസാനത്തെ കുരുപൊട്ടിയ വർഗീയത കൂടി കേട്ടിട്ട് വന്നാലോ? നമ്മളൊക്കെയും വർഷാവർഷം മതപരമായിട്ടുള്ള പല ആചാരങ്ങളും കൊണ്ടാടുന്ന ആൾക്കാരാണ് അല്ലെ. അപ്പൊ നമുക്കൊന്നും ഇല്ലാത്ത എന്ത് വിലക്കാണ് ഇവർക്ക് ഇക്കാര്യത്തിൽ നേരിടേണ്ടി വരുന്നത്? രാഷ്ട്രീയപരമായിട്ട് ചില നിയമങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ ഒരു സംഗതി നടക്കാതിരിക്കാനായിട്ട് പിണറായി ഗവൺമെന്റ് എടുത്ത ഒരുപാട് കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതിലൊന്നാണ് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കി എന്നുള്ളത്. അതായത് ഭാരതപ്പുഴയിൽ അനുവാദമില്ലാതെ ഒരു ബ്രിഡ്ജ് കെട്ടി ഉണ്ടാക്കി. രണ്ടാമതായിട്ട് ഇതിന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവിടെ കുറച്ച് നദി മണ്ണിട്ട് നികത്തി സൗകര്യം ഉണ്ടാക്കി. ഇതിനൊക്കെ കൂടി ചേർത്ത് റവന്യൂ വകുപ്പിന്റെ ഒരു സ്റ്റേ ഉണ്ടായിരുന്നു. JCB കൊണ്ട് പാലുണ്ടാക്കി എന്നുള്ളതാണ്. ഇത് പരിസ്ഥിതിക്ക് ദോഷമാണ് എന്നതാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തേത്, ഒരുപാട് ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ട് അവരുടെ ഈ ശുചീകരണത്തിന് വേണ്ടിയിട്ടുള്ള, പബ്ലിക്കായിട്ട് പറഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ മലമൂത്ര വിസർജനം നദിക്കരയിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ മലിനീകരണം ഉണ്ടാകും. അതുകൊണ്ട് ഇത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിലക്കിയതും നമ്മൾ കണ്ടു. അപ്പൊ എന്റെ പൊളിച്ചേച്ചി ഇപ്പൊ പറഞ്ഞ മലമൂത്ര വിസർജനമില്ലേ, ആ സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ മലവും മൂത്രവും ഇത്രയായിരക്കണക്കിന് ആൾക്കാർ വരുമ്പോണ്ടാകുന്ന ഈ മലവും മൂത്രവും ഇവിടെ കൊണ്ടുപോയി കളയുന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ പൊളിച്ചേച്ചി പറഞ്ഞ ആ പച്ചക്കള്ളില്ലേ, കുംഭമേള തടഞ്ഞു എന്നുള്ള പച്ചക്കള്ളം, അത് എവിടെയും എടുക്കൂലട്ടാ. കുംഭമേള എവിടെയും തടഞ്ഞില്ല. തടഞ്ഞത് അവിടെ അനധികൃതമായി ഉണ്ടാക്കുന്ന പാലമില്ലേ, ആ പാലം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞിട്ടാണ് അത് തടഞ്ഞത്. അല്ലാണ്ട് കുംഭമേളയെ തടഞ്ഞെന്ന് പറഞ്ഞ പച്ചക്കള്ളം പറയല്ല എന്റെ പൊളിച്ചേച്ചി. ആ പാലം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സുരക്ഷിതമല്ലാത്ത പാലം
പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണ് നഷ്ടം സംഭവിക്കുക? അതിലൂടെ ആരാണ് പോകുന്നത്? ഹിന്ദു വിശ്വാസികൾ. ആ ഹിന്ദു വിശ്വാസികൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് ഹിന്ദുക്കളുടെ കൂടെ കടമയല്ലേ? അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സംഘികൾ ഓൺ ദ സ്പോട്ടിൽ അവിടുന്ന് മുങ്ങുന്നത് നമുക്കറിയാം. എന്നിട്ട് ആ കുറ്റം ഉണ്ടല്ല മലപ്പുറത്തെ മുസ്ലിങ്ങളുടെ തലയെ കെട്ടിവെക്കുന്നു നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതിന്റെ പേരിൽ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി വരെ സംഘികൾ ശ്രമിക്കും. അങ്ങനെ ഒരു സംഭവം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാലം സുരക്ഷിതമായിട്ട് നിർമ്മിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പോഴും ആ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ടും സുരക്ഷിതമല്ലാത്തതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചിട്ടൊന്നും അതിലൂടെ വിടുന്നില്ല. ഘട്ടം ഘട്ടമായിട്ട് മാത്രമേ ആൾക്കാർ വിടുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പാലം അപകടത്തിൽപ്പെടുന്നുണ്ടെങ്കിൽ അത് അപകടത്തിൽപ്പെടാതെ നോക്കേണ്ടത് എല്ലാവരുടെയും കടമയാണ്. അതിലൊന്നും കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിൽക്കല്ല എന്റെ പൊളിച്ചേച്ചിയെ. പിന്നെ പൊളിച്ചേച്ചിക്ക് അറിയാത്ത വേറൊരു കാര്യം കൂടി പറയാം. അവിടെ സ്ഥിരമായിട്ട് ഒരു പാലം വരുമ്പം ആ പാലത്തിനെ തടഞ്ഞതാണെന്നറിയാം സംഘികളും സംഘികളുടെ എല്ലാമായ മെട്രോമാൻ ശ്രീധരനില്ലേ, മൂപ്പറും കൂടിയിട്ടാണ് ആ പാലം ഇല്ലാതാക്കിയത്. ഇപ്പൊ ആ പാലം ഒന്നും കണ്ടില്ല. ഇങ്ങനെ ഒരു താൽക്കാലിക പാലം ഇതിനു വേണ്ടി നിർമ്മിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു എന്റെ സംഘിനി ചേച്ചിയെ. എല്ലാം തടഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ട് ഇങ്ങനെ കരഞ്ഞു മെഴുകാൻ വേണ്ടിട്ട് നാണോമാനും ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. എല്ലാ മതപരമായ കാര്യങ്ങളുണ്ടല്ല നല്ലതിന് വേണ്ടിയിട്ടായിരിക്കണം, സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ അത് വർഗീയതക്ക് വേണ്ടിയിട്ടാകാൻ പാടില്ല. സംഘിയുടെ ഉദ്ദേശം ഉണ്ടല്ല എല്ലാ മതപരമായ കാര്യങ്ങളിലും വർഗീയത ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. അത് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ മലപ്പുറത്തെ ഈ കുമ്പമേളന്റെ ഇടയിൽ കുത്തിത്തിരിപ്പും വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടല്ല, അത് മലപ്പുറത്തെ കേരളത്തിലെ നല്ലവരായ മുസ്ലിം ഉണ്ടല്ല അത് തടയുക തന്നെ ചെയ്യും. അവർ കുംഭമേളയെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. അങ്ങനെ സ്വീകരിച്ചതോടുകൂടി ഉണ്ടല്ല നിങ്ങൾ സംഘികൾ ചമ്മി നാറി പണ്ടനടങ്ങി. അതുകൊണ്ട് പൊളിച്ചേച്ചി ഇനി ഇതിലും വലിയ പച്ച വർഗീയതയായിട്ട് വരുന്ന എനിക്കറിയാം. അപ്പൊ പൊളിച്ചേച്ചി വരുന്നവരെ ഞാൻ കാത്തിരിക്കും പൊളിച്ചേച്ചിയെ. അപ്പൊ എന്റെ പൊളിച്ചേച്ചിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.